السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. الله سبحانه وتعالى അവൻ്റെ ദീനിൻ്റെ പേരിലുള്ള നമ്മളുടെ ഈ സദസ്സിനെ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു തആല അവൻ്റെ മഹ്ബൂബ് ഫضل കൊണ്ട് നമുക്ക് മാഫാക്കി തരുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള നമ്മുടെ ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പാപരഹിതമായി കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തിൻ്റെ പേരിൽ അനുഗ്രഹീതമായ ഒരു മാസത്തിൻ്റെ പകുതിയിലധിക ഭാഗവും നോമ്പെടുത്തും നമസ്കരിച്ചും ചില്ലറ അമലുകളൊക്കെ അനുഷ്ഠിച്ചു കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ ലഭിച്ചു. അല്ലാഹു ഈ മാസത്തിൽ അവൻ്റെ നല്ല അടിമകൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ ഉയർന്ന പ്രതിഫലവും സാധുക്കളായ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി റമദാനിൻ്റെ എണ്ണപ്പെട്ട ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. ആ നാളുകളിൽ ആവേശത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി കൂടുതൽ കൂടുതൽ നന്മകളിൽ മുന്നേറാനുള്ള സൗഭാഗ്യവും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും നാളെയും 2 ദിവസം ഇവിടെ കുടുംബജീവിതത്തെ സംബന്ധിച്ചിട്ട് പറയണമെന്നും മറ്റന്നാൾ 3-ാമത്തെ ദിവസം ഇഅ്തികാഫിനെ കുറിച്ചിട്ട് പറയണമെന്നുമാണ് നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ, കമ്മിറ്റിക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അസ്ർ നമസ്കാരത്തിന് ശേഷമുള്ള ഈ സമയം നോമ്പുകാരായ നിലയിൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ചിരുന്ന് പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും തിരുവചനങ്ങളൊക്കെ ഓതിക്കേട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഒരനക്കവും മാറ്റവും ഉണ്ടാക്കാൻ, അത് നമ്മുടെ ജീവിതങ്ങളിൽ വലിയ മാറ്റത്തിന് വഴിയാകാനൊക്കെ ഇടയായാൽ അത് മഹാഭാഗ്യമാണ്. അതിനുവേണ്ടിയാണ് ദീനിയായ സദസ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. പ്രഭാഷണം, പ്രസംഗം എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക്
പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും ഒക്കെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനെക്കുറിച്ചും ആഖിറത്തെക്കുറിച്ചിട്ടും ഒക്കെയുള്ള ബോധമുണ്ടാവുക, ഉണർവുണ്ടാവുക. അതാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. മുഅ്മിനീങ്ങളെ കുറിച്ചിട്ട് അള്ളാഹു പരിചയപ്പെടുത്തിയത്, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് അനക്കമുണ്ടാകണം, ഇളക്കമുണ്ടാകണം, ഭയം കൊണ്ട് വിറയ്ക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതുമ്പോൾ നമ്മളുടെ ഈമാനിൽ വർധനവുണ്ടാകണം, വിശ്വാസത്തിൽ വർധനവുണ്ടാകണം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എല്ലാ നേരത്തും തങ്ങളുടെ രക്ഷിതാവിൽ വരമേൽപ്പിക്കുന്നവരുമാകണം. അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയും, പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതും. അത് നമ്മുടെ ഹൃദയങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അസറുകൾ ഉണ്ടാകും. അല്ലാഹു തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് തരുമാറാകണം. കുടുംബജീവിതത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ, ഒരു കുടുംബം എന്ന നിലയിൽ നമ്മൾ ആശിക്കുന്ന, ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ചില സന്തോഷങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഖുർആൻ പറഞ്ഞത് കണ്ണിൻ്റെ കുളിർമ എന്നാണ്. കണ്ണിന് കുളിർമയുണ്ടാകുന്ന ഒരവസ്ഥ. കണ്ണിന് കുളിർമയുണ്ടാകുന്നത് ഖൽബ് ആനന്ദിക്കുമ്പോഴാണ്, ഖൽബ് സന്തോഷിക്കുമ്പോഴാണ്. ഖൽബിൻ്റെ ആനന്ദവും ആഹ്ലാദവും കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് ഉണ്ടാകുന്നത്. രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന, നമ്മൾ താമസിച്ചു പോരുന്ന നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ നിത്യം നമുക്ക് അനുഭവിക്കാൻ ഇടയാകാറുള്ള സാഹചര്യങ്ങളും അവിടെ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങളും നമ്മുടെ ഹൃദയങ്ങൾക്ക് ആനന്ദം പകരണം, കണ്ണിന് കുളിർമയാകണം. അതാണ് കുടുംബജീവിതത്തിൽ നമ്മളൊക്കെ ആശിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് സാധിക്കുക? എനിക്ക് തോന്നുന്നു പരിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ ഭാഗം 10 ദിവസം അമലുകളെ കുറിച്ചിട്ട്, ഇബാദത്തുകളെ കുറിച്ച്, അതുപോലെയുള്ള നല്ല കാര്യങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ പറഞ്ഞ് മനുഷ്യൻ വ്യക്തിപരമായ നിലയിൽ ശുദ്ധനാകാൻ ശ്രമിക്കുന്നു, വ്യക്തിപരമായ നിലയിലുള്ള വിശുദ്ധി ആർജിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. വ്യക്തിപരമായി ഒരാൾ ശുദ്ധിയായതുകൊണ്ട് മാത്രം പൂർത്തിയാകുന്നില്ല. ആ വ്യക്തികളിലൂടെ സംഘടിപ്പിക്കപ്പെടുന്ന, സ്ഥാപിതമാകുന്ന അവന്റെ കുടുംബം സന്തുഷ്ടമാകണം, അവന്റെ കുടുംബം നന്മയിൽ വർത്തിക്കുന്നതാകണം. റമദാനിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ അധ്വാനിക്കേണ്ടത് തന്നെ എപ്രകാരം നമ്മൾ വ്യക്തി ജീവിതത്തെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട്, തഖ്വയുള്ളതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചോ കഷ്ടപ്പെട്ടോ. ലഅല്ലക്കും തത്തഖൂൻ എന്നല്ലേ നമ്മളോട് പറഞ്ഞത്. നോമ്പെടുക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നമ്മൾ നന്നാകാനാണ്, നമ്മൾ തഖ്വയുള്ളവരാകാനാണ്, നമ്മൾ സംസ്കാര സമ്പന്നരാകാനാണ്, വ്യക്തിവിശുദ്ധിയുള്ളവരാകാനാണ്. അങ്ങനെ വ്യക്തിവിശുദ്ധിയുള്ളവരാകുന്നതിന് വേണ്ടി നോമ്പിൻ്റെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ആളുകൾ അങ്ങനത്തെ ശുദ്ധമായ വ്യക്തിത്വത്തോടുകൂടി, വ്യക്തിജീവിതത്തോടുകൂടി തങ്ങളുടെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിലേക്ക് കൂടി കടന്നു ചെല്ലണം. പള്ളിയിൽ വന്നു നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നു, പള്ളിയിൽ വന്നു നമ്മൾ ഉറുദി കേൾക്കുന്നു, പള്ളിയിൽ വന്ന് നമ്മൾ മറ്റ് അമലുകളൊക്കെ അനുഷ്ഠിക്കുന്നു. പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് പോയാൽ സഹവസിക്കുന്നത് നമ്മുടെ ഭാര്യാമക്കളോടൊപ്പമാണ്, കൂട്ടുകുടുംബാദികളോടൊപ്പമാണ്. എപ്രകാരം പള്ളിയിൽ വന്ന് സംസ്കരണ പദ്ധതികളിലൂടെ, ഇബാദത്തിന് അങ്ങനെയാണല്ലോ നമ്മൾ അർത്ഥം കൊടുക്കേണ്ടത്, ആ സംസ്കരണ പദ്ധതികളിലൂടെ നമ്മളെ നല്ലൊരു വ്യക്തിയാക്കിയിട്ട് വീട്ടിലേക്ക് മടക്കി എത്തിക്കുമ്പോൾ വീട്ടിലുള്ളവരോട് നമുക്ക് നല്ല മയമായി പെരുമാറാൻ കഴിയണം, സ്നേഹത്തിൽ വർത്തിക്കാൻ കഴിയണം, നീതിയോടുകൂടി നിലകൊള്ളാൻ കഴിയണം. റമളാനിലൂടെ നമുക്ക് സാധിച്ചെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്
നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട മാന്യത, മര്യാദ, സ്നേഹം, സഹവർത്തിത്വം എന്നൊക്കെ പറയുന്നത്. മൂന്നാമതായി നമുക്ക് സാധിച്ചെടുക്കേണ്ടത് സാമൂഹികമായ അന്തരീക്ഷത്തിൽ നല്ല സമൂഹത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി, നല്ല സമൂഹത്തിൽ ഒരു അംഗമാകാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നല്ല വ്യക്തികളാകാനും നല്ല കുടുംബമായി വികസിക്കുവാനും അത് നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് കൊണ്ടെത്തിക്കാനും വേണ്ടിയുള്ള ഒരു പ്രയാണമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് എത്രയും ശരിയാണ്. ഞാൻ ഇന്ന് രാവിലെ സാധാരണ പോലെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ, ഇന്നലെ രാത്രി ഓതി വെച്ചൊരു സൂറത്തുൽ കഹ്ഫായിരുന്നു. അതുകൊണ്ട് രാവിലെ ഖുർആൻ ഓതാൻ വേണ്ടി നിവർത്തിയപ്പോൾ അടുത്തത് ഓതേണ്ടത് സൂറത്ത് മറിയമാണ്. സൂറത്തുൽ കഹ്ഫിന് ശേഷം പിന്നെ അടുത്തത് സൂറത്തുൽ മറിയമാണ്. സൂറത്ത് മറിയം ഓതാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ ആരംഭിച്ചത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഒരധ്യായമാണത്. നമുക്കൊക്കെ സുപരിചിതമായ ഒരു അധ്യായമാണ്. റമദാൻ ഖുർആൻ അവതരിച്ച മാസമാണല്ലോ. ഖുർആൻ ഓതുമ്പോൾ ആ ഓതലിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അതിൻ്റെ അർത്ഥം ഇറങ്ങിച്ചെല്ലണം, ആശയങ്ങൾ ഇറങ്ങിച്ചെല്ലണം. എന്തിനാണ് ഖുർആൻ അവതരിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും പരിശുദ്ധ ഗ്രന്ഥം അവതരിച്ച മാസമാണിത്. ആ ഗ്രന്ഥം അവതരിച്ചതിനെ കുറിച്ചിട്ട് അള്ളാഹു പറയുന്നത് ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് ഹിദായത്തായിട്ടാണ്, മാർഗദർശനമായിട്ടാണ്, വെളിച്ചമായിട്ടാണ്. വെളിച്ചം എപ്പോഴാണ് വേണ്ടത്? എവിടെയെങ്കിലും നമ്മൾ ഇരുട്ടിൽ തപ്പുമ്പോൾ, നേരറിയാതെ മെനക്കെടുമ്പോൾ, എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടതെന്ന് അറിയാതെ നമ്മൾ തപ്പിത്തടയുമ്പോൾ ആ ഇരുടിനെ ഭേദിച്ചുകൊണ്ട് നമുക്ക് മുമ്പിൽ കത്തിച്ചു വെക്കുന്നതിനെ കുറിച്ചിട്ടാണ് വെളിച്ചമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു വെളിച്ചമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഷഹ്റു റമദാനിൽ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ ഒരുതരം ഇരുൾമുറ്റിയ സാഹചര്യമാണ് നമുക്ക് അവിടങ്ങളിലൊക്കെ കാണാൻ കഴിയുക. ഇരുൾമുറ്റിയ സാഹചര്യം. കുടുംബം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നല്ല വാപ്പ, നല്ല ഉമ്മ, നല്ല മക്കള്, നല്ല സഹോദരങ്ങൾ, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, അവരൊക്കെയാണല്ലോ കുടുംബത്തിൻ്റെ ഇതര മുഖങ്ങൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന വാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും സഹോദരങ്ങളുമൊക്കെ ഇരുട്ടിൽ തപ്പുന്നതിന് പകരം അവർക്ക് അള്ളാഹുവിനാൽ അവതരിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ലഭിച്ചിട്ടുള്ള വെളിച്ചത്തിൽ ഓരോരുത്തരും അവരവരുടെ നേർമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തരായാൽ, ഓരോരുത്തരും അവരവരുടെ സംസ്കൃതി പൂർത്തിയാക്കിയാൽ, സംസ്കരണം പൂർത്തിയാക്കിയാൽ ആ കുടുംബം ഭദ്രമാകും, ആ കുടുംബം നന്നാകും. ആ അർത്ഥത്തിൽ ഇന്ന് രാവിലെ സൂറത്ത് മറിയം ഇങ്ങനെ ഓതുമ്പോൾ വല്ലാതെ മനസ്സിനെ ആകർഷിച്ചു. അള്ളാഹു പറയുകയാണ്, കാഫഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. സൂറത്ത് മറിയമിന്റെ തുടക്കം കാഫ് ഹാ യാ ഐൻ സാദ്. ചില അക്ഷരങ്ങളിലൂടെ അള്ളാഹു ഒരു ഹൃദയവേദന നമ്മുടെ മുമ്പിൽ സമർപ്പിക്കും പോലെയാണ്. ചില അക്ഷരങ്ങളിലൂടെ ഒരു മനസ്സിന്റെ നൊമ്പരത്തെ അള്ളാഹു നമുക്ക് ഓതിക്കൽപ്പിക്കും പോലെയാണ്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ, ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ. സാധാരണഗതിയിൽ കാഫ് ഹാ യാ ഐൻ സാദ് പോലെയുള്ള ചില സൂറത്തുകളുടെ ആരംഭത്തിൽ വന്ന ഈ ഒറ്റ അക്ഷരങ്ങളെ കുറിച്ചിട്ട് തഫ്സീറിന്റെ പണ്ഡിതന്മാര് അള്ളാഹു അലം ബി മുറാദിഹി എന്നാണല്ലോ പറയുക. അള്ളാഹു അലം ബി മുറാദിഹി, അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അലിഫ് ലാം മീം, എന്താ അർത്ഥം? അള്ളാഹു അലം ബി മുറാദിഹി,
അതിൻ്റെ അർത്ഥം നമുക്കറിയാം. യാസീൻ എന്താ അർത്ഥം? അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല, അള്ളാഹു അറിയും. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ചില ശബ്ദങ്ങളുണ്ട്, ചില അക്ഷരങ്ങളുണ്ട്. ഇത് ബാഹ്യമായ നിലയിൽ തഫ്സീർ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം അറിയില്ലെന്ന് പറഞ്ഞൊഴിയാൻ കഴിഞ്ഞാലും പ്രിയപ്പെട്ടവരെ, ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. എന്താണ് കാഫ് ഹാ യാ ഐൻ സാദ്? എന്താണിത്? ഇത് ഒരു വൃദ്ധനായ മനുഷ്യന്റെ ആരും കേൾക്കാതെ ഒറ്റയ്ക്കിരുന്ന് തൻ്റെ റബ്ബിനോട് പറഞ്ഞപ്പോൾ നടത്തിയ ദീനരോധനമാണിത്, കരച്ചിലാണിത്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാനായ ഒരു പ്രവാചകൻ, ഒരു പള്ളിയുടെ ഇമാമ്, ആരും കാണാത്ത വേളയിൽ, ആരും അറിയാത്ത സാഹചര്യത്തിൽ ഒറ്റയ്ക്കൊരു മൂലയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ റഹ്മാനായ റബ്ബിനെ വിളിച്ചുകൊണ്ട് ഉള്ളിലൊതുക്കിയ സ്വകാര്യമായ ദുഃഖത്തെ സമർപ്പിക്കുകയും അവതരിപ്പിക്കുകയും വിളിച്ചു ദ്വാരക്കുകയും ചെയ്തതിന്റെ ശബ്ദമാണിത്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. ഇദ് നാദാ റബ്ബഹു, അദ്ദേഹം അദ്ദേഹത്തിന്റെ റബ്ബിനെ വിളിച്ചു. നിദാഅൻ ഖഫിയ, വളരെ ചെറിയ ശബ്ദത്തിൽ, പതിഞ്ഞ ശബ്ദത്തിൽ, ആരും കേൾക്കാതെ, രഹസ്യമായി ആരും കേൾക്കാതെ തന്റെ റബ്ബിനെ വിളിച്ചു എന്ന് അല്ലാഹു പറയാം. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല അർ-റഅസു ശൈബാ. ആ വിളിയിൽ ആരും കേൾക്കാതെ സ്വകാര്യമായി അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടോളൂ. അങ്ങനെയാണല്ലോ, ആരും കേൾക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് പള്ളിയുടെ ഒരു മൂലയിൽ ഇരുട്ടത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് രഹസ്യമായി പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിച്ച ആ മഹാത്മാവിന്റെ ശബ്ദത്തെ പിന്നീട് ലോകം മുഴുവൻ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും കൂടി പറഞ്ഞു തരാം. എന്താണ് അദ്ദേഹം രഹസ്യമായി എന്നോട് പറഞ്ഞെന്നറിയോ? ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല അർ-റഅസു ശൈബാ. എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, നീ കാണുന്നില്ലേ, ഞാൻ വയസ്സായി, പ്രായമായി, എൻ്റെ ശരീരത്തിൻ്റെ ചർമ്മത്തിൻ്റെ അവസ്ഥകളൊക്കെ നീ കാണുന്നില്ലേ, ചുക്കിച്ചുളിഞ്ഞു ശോഷിച്ചു, എൻ്റെ തലമുടി ആകട്ടെ നരബാധിക്കുകയും ചെയ്തു. എന്തിനാ അങ്ങനെ പറയുന്നത്? ഞാൻ ശാരീരികമായി ക്ഷീണിച്ചു, വാർദ്ധക്യം പടിവിട്ടു, എൻ്റെ തലമുടിയൊക്കെ നരച്ചു എന്നെന്തിനാ പറയുന്നത്? وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب. ഇങ്ങനെയൊക്കെ ആദ്യം എൻ്റെ ബലഹീനതയും കഴിവുകേടും പ്രായവും വാർദ്ധക്യവും നരയും ഒക്കെ നിന്റെ മുമ്പിൽ പറഞ്ഞത് എന്തിനാണെന്നറിയോ? എൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ അസംഭവ്യമെന്ന് തോന്നുന്ന വലിയ ഒരു ആശയുണ്ട് പടച്ചവന്, ഒരു ആഗ്രഹമുണ്ട്, ഒരു ആഗ്രഹം. എന്താ ആഗ്രഹം? ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ. സന്താനലബ്ധി ഇല്ലാത്തവളെന്ന് ശാസ്ത്രവും ലോകവും വിധി എഴുതിയ ഭാര്യയോടൊപ്പം ഭർത്താവായി ജീവിക്കുന്ന വയസ്സും പ്രായവും ഒക്കെയായ എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ പിറ്റേന്ന് ഞാൻ മരിച്ചുപോയാൽ എനിക്ക് ശേഷം എൻ്റെ വറാസത്ത്, എൻ്റെ അനന്തരാവകാശിയായി ഭൂമിയിൽ എന്നെ കുറിച്ച് പറയാൻ ഒരാളുമില്ലാതെയായി പോകുമല്ലോ എന്ന ബേജാറാണ് എനിക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹം, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള താല്പര്യം. പടച്ചവനെ, അത് ഇതുവരെ സാധിച്ചില്ലല്ലോ, ഇനി എങ്ങനെ സാധിക്കാന്നുള്ള ഒപ്രാളമാണ്, ഇനി എങ്ങനെ സാധിക്കാന്നുള്ള ഒപ്രാളം. ഇവിടെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതമാണല്ലോ ഞാൻ നിങ്ങളോട് പറയേണ്ടത്. കുടുംബജീവിതത്തിന്റെ തുടക്കം ഒരു ഉപ്പയാകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ നൊമ്പരം കൊണ്ട് പടച്ചവൻ തുടങ്ങുകയാണ്. ഉപ്പയുടെ നൊമ്പരം എന്ന് പറയുന്നതിന് പകരം ഉപ്പയാകാൻ ആഗ്രഹിക്കുന്ന, അതിനായി ദുആയിരക്കുന്ന ഒരു മനുഷ്യന്റെ മനോനൊമ്പരം കൊണ്ട് പടച്ചവൻ തുടങ്ങുകയാണ് കുടുംബജീവിതത്തിന്റെ അസ്ലിനെ കുറിച്ചിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരാനായി. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ആരും കേൾക്കാതെ ഇങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ ചെന്നിരുന്ന് ഒറ്റയ്ക്ക് ദ്വാരുന്നു എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് മുഫസ്സിറുകൾ എഴുതിയത് നമുക്ക് വായിക്കാൻ കഴിയും. ഇമാം ഖുർത്തുബിയും ഇമാം ഇബ്നു കസീറും ഒക്കെ എഴുതിയത് നമുക്ക് വായിക്കാൻ കഴിയും. ഒന്ന്, ആരും കേൾക്കാതെ ഇഖ്ലാസോടുകൂടി ഇരുന്ന് ദ്വാരക്കുക എന്ന് പറയാം, അല്ലേ? ആരും കേൾക്കാതെ, ആരും കാണാതെ ഇഖ്ലാസോടുകൂടി ഇരുന്ന് ദ്വാ ചെയ്തു എന്ന് പറയാം.
രണ്ടാമത്, പ്രിയപ്പെട്ടവരെ, ആരും കേൾക്കാതെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രായമായി, വയസ്സായി, വൃദ്ധനായി. എന്ന് പറഞ്ഞില്ലേ, ഇനി വഹനൽ അളുമു എന്ന് പറഞ്ഞില്ലേ, എന്റെ എല്ലടക്കം ശുഷ്കിച്ചു, ഞാൻ ബലഹീനനായി, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, വരാതിരിക്കാനും മാത്രം ഞാൻ അവശനായി. അത്രയും അവശനായ പ്രായത്തിലാണ് ഒരു വലിയ ആഗ്രഹം അള്ളാഹുവിന്റെ മുമ്പിൽ പറയുന്നത്. മൂന്നാമതായി, ഈ വിനീതൻ സാധാരണ പറയാറുണ്ട്, മൂന്നാമതായി നമ്മളൊക്കെ കേൾക്കേണ്ട ഒരു വലിയ സംഗതിയുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ഈ വിഷയം പതുക്കെ പറയുന്നത് എന്താ? ഈ വിഷയം ഞാൻ ആരും കേൾക്കാതെ പതുക്കെ പറയുന്നത് എന്താണെന്നറിയോ? ഏതെങ്കിലും ആളുകൾ ഞാനിങ്ങനെ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട്, പടച്ചവനെ എനിക്ക് എല്ല് നുരുമ്പി, മുടി നരച്ചു, ശരീരമൊക്കെ ക്ഷീണിച്ചു, വൃദ്ധനായി, ഇനിയും ഒരു കുഞ്ഞു തരണേ എന്ന് ദ്വാ ചെയ്യുന്നത് കേട്ടാൽ കേൾക്കുന്ന ആളുകൾ എന്നെ കളിയാക്കൂലേ, എന്നെ പരിഹസിക്കൂലേ? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിട്ടും അങ്ങേ അറ്റത്തെത്തിയിട്ടും മരിക്കാൻ വേണ്ടി കബറിലേക്ക് കാലിൽ നീട്ടി ഇരുന്നിട്ടും ഉപ്പാപ്പാക്ക് ഇപ്പോഴും ആശ വിട്ടില്ലല്ലേ എന്ന് പറയൂലേ ആളുകൾ? ഒരുപക്ഷെ എന്നെ നോക്കി പല്ലിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യാൻ സാധ്യതയില്ലേ? പക്ഷേ പടച്ചവനെ, എനിക്കൊരാശയുണ്ട്. എന്താ ആശ? എനിക്കും ഒരു ഉപ്പയാകണം. അള്ളാഹു ഉപ്പമാരുടെ മഹത്വം അറിഞ്ഞ് പെരുമാറാൻ നമുക്കൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ. നമ്മൾ ഉപ്പയാകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കുറേയുണ്ട്. നമുക്ക് ഉപ്പമാരുണ്ട്. ആ ഉപ്പമാരെ കുറിച്ചിട്ട് നമ്മൾ തിരിച്ചറിയുകയും വേണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുലർത്തേണ്ട കുറെ കടമകളെ കുറിച്ചിട്ട് പറഞ്ഞു തീരുമ്പോഴാണ് കുടുംബ ബന്ധം നന്നാകുന്നത്. അതാണ് കുടുംബ ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതും. ഒരു ഉപ്പയാകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മനോവേദന കൊണ്ട് പടച്ചവൻ തുടങ്ങുന്ന സൂറത്ത് മറിയമിന്റെ വചനങ്ങളിലൂടെ എത്ര നൊമ്പരമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം സമർപ്പിക്കുന്നത്, വേദനയാണ് സമർപ്പിക്കുന്നത്. കുഞ്ഞില്ലാത്ത ആളുകൾക്കറിയാം ഒരു കുഞ്ഞിന് വേണ്ടി തേടിയ മനസ്സിന്റെ നൊമ്പരവും വേദനയും. ഇന്ന് നമുക്ക് അൽഹംദുലില്ലാഹ് 3 മക്കളെ തന്നു, ചിലർക്ക് 6 മക്കളെ തന്നു, ചിലർക്ക് ഒരുപാട് മക്കളെ തന്നു. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ الذുകൂർ ഔ യുസവ്വിജുഹും ദുക്റാന വഇനാസ വയജ്അലു മൻ യശാഉ അഖീമാ ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ആധിപത്യം, അധികാരം അള്ളാഹുവിന്റെ കൈകളിൽ മാത്രമാണ്. യഖ്ലുഖു മാ യശാ. അതുകൊണ്ട് തന്നെ അവൻ ഇഷ്ടപ്പെടുന്നതിനൊക്കെ സൃഷ്ടിക്കും. അവൻ ഇഷ്ടപ്പെടുമ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നതിനൊക്കെ സൃഷ്ടിക്കും. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. യഹബു ലിമൻ യശാഉ ഇനാസ. ചില ദമ്പതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടികളെ കൊടുക്കും. എത്ര സഹോദരങ്ങളുണ്ട്, എല്ലാം പെണ്ണാണ്, ഒരാണെങ്കിലും കിട്ടാൻ വേണ്ടി ദ്വാരക്കണേ എന്ന് പറയുന്നവർ. വയഹബു ലിമൻ യശാഉ الذുകൂർ. ചില ആളുകൾക്ക് അല്ലാഹു ആൺകുട്ടികളെ മാത്രം കൊടുക്കും. അങ്ങനെയുണ്ടല്ലോ, എല്ലാം ആണായി പോയി, ഒരു പെണ്ണ് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആശിക്കുന്നവർ എത്ര ഉണ്ട്. ഔ യുസവ്വിജുഹും ദുക്റാന വഇനാസ ഔ യുസവ്വിജുഹും ദുക്റാന വഇനാസ. ചില ആളുകൾക്ക് അല്ലാഹു ആണിനെയും പെണ്ണിനെയും ഇടകലർത്തി കൊടുക്കും. എത്ര ഭാഗ്യവാന്മാരാണ് അവര്. എനിക്ക് മോനെ എന്ന് വിളിക്കാൻ ഒരാളുണ്ട്, മോളെ എന്ന് വിളിക്കാൻ ഒരാളുണ്ട്. ഇനി മോന് കല്യാണം കഴിച്ചിട്ട് അങ്ങ് പോയി, എല്ലാ മോനും പോയി, എന്നാൽ എൻ്റെ കൂടെ നിൽക്കാൻ ഒരു മോളുണ്ട്. തലശ്ശേരിക്കാരാണ്, തലശ്ശേരിയിലല്ല ഞാൻ പ്രസവിക്കുന്നത് അല്ലേ, തലശ്ശേരിക്കാരാണ്. ഞാനൊരു 32-33 വർഷം മുമ്പ് നിങ്ങളുടെ ഓടത്തിൽ പള്ളി വന്ന് 10 ദിവസം നീട്ടി പ്രസംഗിച്ചിട്ടുണ്ട്. 34 വർഷത്തിന് മുമ്പ്. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട കെ സാഹിബ് അവറുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ മമ്മൂക്കൈ സാഹിബിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വയതിനൊന്നും പോകാത്ത കാലത്ത് അദ്ദേഹം നിർബന്ധിച്ചതിൻ്റെ പേരിൽ നിങ്ങളുടെ നാട്ടിൽ വന്ന് 10 ദിവസം താമസിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അസറിന് ശേഷം ഈ കസേരയിൽ ദീർഘമായ 10 ദിവസം ഞാനിരുന്നു. റമദാൻ 16 മുതൽ റമദാൻ 27 വരെ. 27-ൻ്റെ അന്ന് അസറിന് ശേഷം അൽഹംദുലില്ലാഹ് മൊത്തം ആളുകളായിരിക്കും അന്ന്. ഇന്നത്തെ പോലെയല്ല, ഭയങ്കര ജനമാണ് അന്ന്. അസർ നമസ്കാരത്തിന് ശേഷം പ്രസംഗിച്ച് തളർന്നാൽ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ കെ സാഹിബിൻ്റെ വീട്ടിൽ നോമ്പ് പറയണം. അത് ഇതിനെക്കാട്ടി വലിയൊരു ബദർ യുദ്ധമാണ്. ഞാൻ ബദറിനെ കുറിച്ച് പ്രസംഗിച്ചു പറഞ്ഞു, ബദർ അങ്ങ് സൗദി അറേബ്യയിൽ നടന്നതിനെക്കാട്ടി കടുപ്പമാണ്. തലശ്ശേരിക്കാരുടെ തീന്മേശയിൽ ഇരുന്ന് ഇഫ്താർ സംഗമത്തിൽ പടപൊരുതുക എന്ന് പറയുന്നത്. അത് ഭയങ്കര പൊഴുതലാണ്. അത് കഴിയുമ്പോൾ അങ്ങ് തളർന്നു കുത്തിപ്പോകും. ഞാനിവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്നപ്പോൾ അന്നത്തെ രീതി അനുസരിച്ചിട്ട് ഇവിടുത്തെ ഒരു പ്രമുഖമായ ഹോട്ടലിൽ കെ സാഹിബ് എനിക്ക് റൂം ബുക്ക് ചെയ്തിരുന്നു. ഇതുപോലെ നിങ്ങൾ ഇപ്പോൾ മറ്റന്നാൾ എന്നോട് ഇത്തിക്കാഫിനെ കുറിച്ച് പറയണമെന്നല്ലോ. അപ്പോൾ ഞാൻ വന്നിട്ട് ചോദിച്ചു എന്തൊക്കെയാണ് നമ്മൾ പ്രസംഗിക്കുക. അപ്പോൾ റമദാനിൽ പള്ളിയിൽ ഇരിക്കുന്ന കാര്യം, ഇത്തിക്കാഫ് ചെയ്യുന്ന കാര്യം, ഖുർആൻ ഓതുന്ന കാര്യം,
ഞാൻ ഒന്ന് വളരെ ചെറിയ പ്രായക്കാരനാണെങ്കിൽ കെ സാഹിബിനോട് ചോദിച്ചു, റമദാനിൽ 10 ദിവസം നാട്ടുകാരെ സംബോധന ചെയ്തുകൊണ്ട് പള്ളിയിലിരിക്കണം, ഇബാദത്തെടുക്കണം എന്നൊക്കെ ഞാൻ പ്രസംഗിക്കുകയും എന്നിട്ട് ഈ പരിശുദ്ധമായ റമദാനിൽ ഞാനൊരു ഹോട്ടലിൽ പോയി കിടക്കുകയും ചെയ്യാന്ന് പറഞ്ഞു, എന്നെ കൊണ്ടാവൂല. അപ്പം അദ്ദേഹം എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, മൗലവി ആകാത്തത് കൊണ്ടാണ്. മൗലവി ആകട്ടെ, അന്നേരം തിരിയാണ്. ഇപ്പം മൗലവി ഒന്നും ആയില്ലല്ലോ, ഇറങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. മൗലവി ആയി കഴിയുമ്പം ഈ ലോഡ്ജൊന്നും പോരാന്നാ പറയുക. തമാശയ്ക്ക് അദ്ദേഹം പറഞ്ഞു, മൗലവി ആയില്ലല്ലോ, ഇപ്പം മൗലവി ആകാൻ പോകുന്നല്ലേ ഉള്ളൂ. എന്നാൽ അൽഹംദുലില്ലാ ഞാൻ അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമായി. എന്നെ സ്വന്തം മോനെ പോലെ അദ്ദേഹം നോക്കി. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ എന്നെ നിർബന്ധിച്ച് താമസിപ്പിച്ചു. അദ്ദേഹം നിങ്ങൾക്കൊക്കെ അറിയാലോ, ഞാൻ കെയ്സാബിനെ പരിചയപ്പെടുത്തേണ്ടിയില്ല. എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ അതിനേക്കാൾ ഏറെ എന്നെ സ്നേഹിച്ചു. രാത്രിയായപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി ഒരുക്കിയ മുകളിലെ അറയിൽ എന്നെ കൊണ്ടുപോയി കിടത്താൻ നോക്കി. ഞാൻ പറഞ്ഞു, പള്ളിയിൽ കിടക്കുക എന്ന് പറയുന്ന മദ്ഹബിൽ നിന്നും മാറാൻ ഞാൻ തയ്യാറില്ല. അപ്പോൾ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഞാൻ നിർബന്ധിച്ചിട്ട് പോയി കിടക്കുമായിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കാൻ അവിടെ വരും, കഴിച്ചിട്ട് പോകും. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞേ? എന്തിനാ ഇങ്ങോട്ട് പോയത്? നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത ത്യാഗമാണ്. ഭക്ഷണം കഴിക്കൽ തന്നെ ഒരു പറപ്പുറപ്പാടാണ്, വല്ലാത്ത അധ്വാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ നിലയിൽ ഞാൻ പറഞ്ഞു വന്നത് തലശ്ശേരിയിൽ പെണ്ണുങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഞാൻ കൊല്ലത്തുകാരനാണ്, അസ്ൽ എൻ്റെ കൊല്ലം. അപ്പം ഞങ്ങളവിടൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് അങ്ങ് അയക്കലാണ്. ആൺകുട്ടികൾ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുത്താം. നിങ്ങൾ നേരെ തിരിച്ചു വാ. അപ്പോൾ ഞാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആന്റെ അർത്ഥം വെക്കാൻ വേണ്ടിയാണ്. ഔ യുസവ്വിജുഹും ദുഖ്റാനം വൈനാസ. നിങ്ങളിൽ ചില ആളുകൾക്ക് അല്ലാഹു ആണിനെയും പെണ്ണിനെയും കൊടുക്കും. ആണിനെയും പെണ്ണിനെയും കിട്ടിയ ആളുകൾ എത്ര ഭാഗ്യവാന്മാരാ. ആൺമക്കൾ കല്യാണം കഴിച്ച് അവരുടെ ഭാര്യാ വീടുകളിൽ അങ്ങ് പോയി സുഖമായി താമസിക്കുമ്പോൾ അൽഹംദുലില്ലാ എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് പെൺമക്കളുണ്ടല്ലോ എന്ന് സന്തോഷിക്കാമല്ലോ. നമുക്ക് എന്ന് സന്തോഷിക്കാം. ഔ യുസവ്വിജുഹും ദുഖ്റാനം വൈനാസ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ ആണിനെയും പെണ്ണിനെയും ഇടകലർത്തിയോ ചില ആളുകൾക്ക് ഞാൻ കൊടുക്കും. അള്ളാഹു പറയാ, അള്ളാഹു നമുക്ക് തന്ന മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കി തീർക്കുമാറാകട്ടെ, നല്ലവരാക്കി തരുമാറാകട്ടെ. എന്നാൽ അള്ളാഹു പറയാം, ചില ആളുകളെ നാം സന്താനലബ്ധിയില്ലാത്തവരാക്കി മാറ്റുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. സന്താനലബ്ധിയിൽ അവർക്കറിയാം അതിന്റെ ദുഃഖം, അതിന്റെ വിഷമം. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോദുഃഖം എത്രത്തോളമാണ്. അതുകൊണ്ട് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മനസ്സിന്റെ ദുഃഖത്തെയും വേദനയെയും നൊമ്പരത്തെയും അള്ളാഹു നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ്. ആരുടെ ദുഃഖമാണ്? ഒരു ഉപ്പയാകാൻ ആഗ്രഹിക്കുന്നവന്റെ. സ്വാഭാവികമായും ഉപ്പയാകാൻ ആഗ്രഹിക്കുന്നവന്റെ മനോവേദന ഇതാണെങ്കിൽ ഉപ്പയായിക്കഴിഞ്ഞാലുള്ള ദുഃഖം എന്തൊക്കെയായിരിക്കും? ഉപ്പയായിക്കഴിഞ്ഞാലുള്ള വിഷമം എന്തൊക്കെയായിരിക്കും? ഞാൻ സാധാരണഗതിയിൽ പ്രസംഗങ്ങളിൽ അധികം ആളുകളും ഫോക്കസ് ചെയ്യാറുള്ളത് ഉമ്മയുടെ മഹാത്മ്യത്തെ കുറിച്ചിട്ടാണ്. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുകയും എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരുത്തി കൊടുക്കുകയും ചെയ്യും. എല്ലാവരും ഉമ്മനെ കുറിച്ചാണ് പറയാം. ശരിയാണ്, ഉമ്മ വലിയ ത്യാഗം ചെയ്തവരാണ്. ഉമ്മയോടുള്ള മഹത്വം വളരെ കൂടുതലായി ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഉമ്മ തീർച്ചയായും ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ്. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ അനന്തമാകുന്ന തണൽ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില അറിയുക എന്നൊക്കെ നമ്മൾ സാഹിത്യം പറയാറുണ്ട്. ശരിയാണ്. എന്തുകൊണ്ടാണ് ഉമ്മയെ ഇത്രയേറെ ആദരിക്കണമെന്ന് പറഞ്ഞത് എന്നതിന്റെ കാരണത്തെ കുറിച്ചിട്ട് നമ്മൾ പ്രസംഗിച്ച് കേൾക്കുമ്പോൾ 9 മാസക്കാലം അവര് നിന്നെ അവരുടെ വയറിൽ ചുമന്നു. 9 മാസക്കാലം നിന്നെ അവരുടെ വയറിൽ ചുമന്നുകൊണ്ട് നടന്നു. അനന്തരം മരണവേദനയ്ക്ക് സമാനമായ ഒരു വേദനയോടുകൂടി നിനക്ക് ഭൂമിയിലേക്ക് ജന്മം നൽകി. അതിനുശേഷം 2 വർഷക്കാലം അവരുടെ ഊണും ഉറക്കവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് മടിയിലിരുത്തി രാവും പകലും ഭേദമില്ലാതെ ഉറക്കവും ഊണുമില്ലാതെ പാപം നിനക്ക് അമ്മിഞ്ഞ നൽകി, മുലയൂട്ടി. അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ച് മാതാപിതാക്കളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ ഇഹ്സാൻ, ഈ ഒരു ബോധത്തോടു കൂടിയുള്ള തിരിച്ച് നന്ദി രേഖപ്പെടുത്തേണ്ടത് നിന്റെ ബാധ്യതയാണെന്ന് പറയാറുണ്ട്. വഹംലുഹു വഫിസാലുഹു 30 ശഹറാ حملته أمه وهنا على وهن وفصاله في عامين. ഒരു ഭാരം, ഒരു വേദന, ഒരു ദുഃഖം, അതിന്റെ പുറകെ പിന്നെ ദുഃഖങ്ങളുടെ നീണ്ട നിര. എത്ര കാലമാണ് നിന്നെ പോറ്റി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഖുർആൻ പറഞ്ഞത് 30 ശഹറൻ, 30 മാസം.
30 മാസക്കാലം നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി, വേറെ ജോലിയൊന്നുമില്ല, വേറെ പണിയൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഇടയിൽ ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ, 9 മാസക്കാലം അല്ലെങ്കിൽ 30 മാസക്കാലം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മയോട് ആദരവ് കാണിക്കണമെന്ന് പറയുമ്പോൾ 9 വർഷം അല്ല, 90 വർഷം നീ ഭൂമിയിൽ ജീവിച്ചാലും നിനക്ക് ജന്മം നൽകുകയും നിന്റെ വാപ്പയായി വാണരുളുകയും ചെയ്യുന്ന ആ മനുഷ്യന്റെ മനസ്സ് നിന്നെ കുറിച്ചിട്ട് വേദനിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിന്നെ അവൻ ചുമക്കുന്നത് അവന്റെ മനസ്സിലാണ്. ഭൂമിയുടെ മുകൾ പരപ്പിൽ നീ എവിടെ ഓടി നടന്ന് എന്ത് വൃത്തികേടുകൾ ചെയ്താലും ഒരു പക്ഷേ നിന്റെ മുഖത്ത് നോക്കിയിട്ട് നിന്നെ ശകാരിക്കുന്നതിന് പകരം ഇന്നാളെ മോനല്ലേ അത് എന്നാ ചോദിക്കുക, അല്ലെ? ഇന്നാളെ മോനല്ലേ. അതുകൊണ്ട് എന്നെ പേരുദോഷം പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ എൻ്റെ മകൻ ഭൂമിയിൽ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അലഞ്ഞു തിരിയാതിരിക്കാൻ വേണ്ടി, ആരാന്റെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയില്ലാതിരിക്കാൻ വേണ്ടി 9 മാസവും 10 മാസവും ഒന്നും അല്ല, 90 വർഷമായാൽ പോലും നിന്റെ പിന്നാലെ 2 കണ്ണുകൾ ഉറക്കമുളച്ച് ഒരു പക്ഷേ നിന്റെ പിന്നാലെ നടന്ന് ക്ഷീണം ബാധിച്ച മേനിയിൽ നിന്നും അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന 2 വൃക്കകൾ ഫെയിലിയറായി, ഹാർട്ട് ഫെയിലിയറായി, ലിവർ ഫെയിലിയറായി. എവിടെയാണ് ഇതൊക്കെ ഫെയിലിയർ ആക്കിയതെന്ന് ചോദിച്ചാൽ ഓരോ വാപ്പമാർക്ക് നാളെ മഹ്ശറയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ മനസാക്ഷിക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മറുപടി പറയാൻ കഴിയും, ഞാൻ എൻ്റെ മോനെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ വൃക്ക ഫെയിലിയർ ആക്കിയതെന്ന് പറയാം. ഞാൻ എൻ്റെ മോനെ സുഖമായി ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്തപ്പോഴാണ്, ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വിദേശത്ത് പോയി മരുഭൂമിയിൽ അറബിക്ക് അടിമപ്പണിയെടുത്തു. അവിടെ ഈ കടുപ്പപ്പെട്ട ചൂടിൽ ഞാൻ പണിയെടുക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പം കാട്ടറബികളുടെ ശകാരം ഭയന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പോലും നിർവാഹമില്ലാതെ വെള്ളം വറ്റിപ്പോയ മേനിയിൽ നിന്നും തളർന്നുപോയ എൻ്റെ ലിവറുമായി ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വൃക്കയുമായി ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നു. അള്ളാഹു നമ്മുടെ ഉപ്പമാർക്കൊക്കെ നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ഈ കോലത്തിലൊക്കെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ, എത്ര ഉപ്പമാര് എത്ര കഷ്ടപ്പെട്ട് കാണും. ഒരു ഉപ്പയാകാൻ ആഗ്രഹിക്കുന്ന സക്കരിയ നബിയുടെ മനോവേദനയെ കൊണ്ട് പറഞ്ഞാരംഭിക്കുന്ന ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, ഉപ്പയായിക്കഴിഞ്ഞാൽ എത്ര ദുഃഖം ഉണ്ടാവുക, ഉപ്പയായിക്കഴിഞ്ഞാൽ എത്ര മനോവേദനയാണ് ഉണ്ടാവുക, എത്ര തലയിൽ ഭാരമാണ് ഉണ്ടാവുക. അത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ഉപ്പമാരാകാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരു ഉപ്പയുണ്ടായിരുന്നു. ആ ഉപ്പ ഒരുപാട് വെയിലുകൊള്ളുകയും ദാഹം സഹിക്കുകയും ഓടി നടക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രസംഗിക്കാൻ പ്രാപ്തനായത്, ഞാൻ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തനായത്. എൻ്റെ ശരീരത്തിൻ്റെ ഓജസ്സും തേജസ്സും എൻ്റെ വാപ്പയുടെ അധ്വാനമാണ്, എൻ്റെ വാപ്പയുടെ ത്യാഗമാണ്, ചിലപ്പോൾ എൻ്റെ വാപ്പയുടെ പട്ടിണിയാണ്. അള്ളാഹു നമ്മുടെ ഒക്കെ വാപ്പമാർക്ക് നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ബോധവും തിരിച്ചറിവും നമുക്കുണ്ടാകുന്നത് എപ്പോഴാണെന്നറിയുമോ? എനിക്കൊരു മോനുണ്ടാകുമ്പോഴാണ്, അല്ലേ? എനിക്കൊരു മകനുണ്ടാകുമ്പോഴാണ്. ആ മകന്റെ പിന്നാലെ ഞാൻ രാവും പകലും വ്യത്യാസമില്ലാതെ കറങ്ങി നടന്ന് അവന്റെ പുരോഗതിയിൽ ആശിച്ചുകൊണ്ട് അവന് വേണ്ടി മെനക്കെടുകയും കഷ്ടപ്പെടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് എൻ്റെ വാപ്പ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുക. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയം ഓതി തുടങ്ങുമ്പോൾ കുടുംബജീവിതത്തെ സംബന്ധിച്ച് പ്രസംഗിക്കാൻ ഏൽപ്പിച്ച ഉസ്താദ് എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, ആദ്യമായി അള്ളാഹു ഒരു ഉപ്പയുടെ അല്ലെങ്കിൽ ഉപ്പയാകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മനോവേദനയോടുകൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു ഉമ്മയാകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉമ്മയാകാൻ പോകുന്ന ഒരു പെണ്ണിലേക്ക് പടച്ചവൻ ചരിത്രത്തിന്റെ ആ വഴികൾ തിരിച്ചുവിടുന്നു എന്ന് നമുക്ക് കാണാം. വദ്കുർ ഫിൽ കിതാബി മറിയം. ഞാൻ ഇന്ന് രാവിലെ ഓതിയ ഒരു അധ്യായത്തിന്റെ അർത്ഥം കുറച്ച് സമയം വെച്ചിട്ട് നിർത്തിക്കളയാം. സമയം വളരെ കുറവാന്ന് തോന്നുന്നു, അല്ലേ? ഉള്ള സമയം നമ്മൾ നിസ്കാരം രണ്ടാമത് നിസ്കരിച്ചിട്ട് അങ്ങനെയും പോയി. ഏതായാലും പെട്ടെന്ന് നിർത്തിക്കളയാം ഇൻഷാ അല്ലാഹ്. ആരും ബേജാറാവണ്ട. നോമ്പ് ഉറക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും പിരിഞ്ഞു പോകണം. ഞാൻ ഇന്ന് രാവിലെ ഖുർആൻ നിവർത്തി ഓതിയപ്പോൾ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് രസകരമായി പടച്ചവൻ നമുക്ക് പറഞ്ഞു കൽപ്പിച്ച ചില വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അർത്ഥം വെച്ചിട്ട് ഞാൻ പ്രസംഗം നിർത്താം. അള്ളാഹു നല്ലത് പറയാനും കേൾക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. സൂറത്ത് മറിയമിന്റെ അടുത്ത വചനത്തിൽ അള്ളാഹു പറയുന്നു, വദ്കുർ ഫിൽ കിതാബി മറിയം വദ്കുർ ഫിൽ കിതാബി മറിയം ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ ഫത്തഖദത് മിൻ ദൂരിഹിം ഹിജാബാ فأرسلنا إليها روحنا فتمثل لها بشرا سويا. അടുത്തത് ഒരു ഉമ്മയാകാൻ പോകുന്ന പെണ്ണിന്റെ മനോവേദനയാണ് പടച്ചവൻ ഖുർആനിൽ പറഞ്ഞു. ഞാൻ സാധാരണ എൻ്റെ പ്രസംഗങ്ങളിലൊക്കെ പറയാറുണ്ട്, ഖുർആൻ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ വെറുതെ ഓതി പ്രതിഫലം നേടാൻ വേണ്ടിയുള്ള വേദഗ്രന്ഥം മാത്രമല്ല. പിന്നെയോ
നമ്മുടെ പച്ചയായ ജീവിതത്തോട് അങ്ങേയറ്റം അടുത്ത് കിടക്കുന്ന, നമ്മളെ തൊട്ട് സംസാരിക്കുന്ന, നമ്മുടെ നൊമ്പരങ്ങളെ തൊട്ട് സംസാരിക്കുന്ന, നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും സ്വപ്നങ്ങളെയും തൊട്ട് സംസാരിക്കുന്ന, നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച നമ്മുടെ രക്ഷിതാവിന്റെ വചനമാണ് ഇത്. കലാമുല്ലാഹിയാണ്, ഇത് കലാമുല്ലാഹി. അതുകൊണ്ട് നമ്മൾ നിവർത്തി വെച്ച് ഓതാൻ പോകുന്ന സൂറത്ത് മറിയമാകട്ടെ, സൂറത്ത് യൂസുഫ് ആകട്ടെ, സൂറത്ത് കഹ്ഫ് ആകട്ടെ, ഏത് നിവർത്തി വായിച്ചാലും നമുക്കിരിക്കുന്നത് കുടുംബത്തിലാണെങ്കിൽ എൻ്റെ കുടുംബത്തെ കുറിച്ചിട്ടാണോ റബ്ബേ നീ എനിക്ക് പറഞ്ഞു തരുന്നത് എന്ന് തോന്നിപ്പോകും. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. വദ്കുർ ഫിൽ കിതാബി മറിയം. തലശ്ശേരിക്കാരെ, പ്രസംഗം കേൾക്കാനിരിക്കുന്നവരെ, കുടുംബജീവിതത്തെ കുറിച്ച് പറയാനിരിക്കുന്നവരെ, ഉദ്കുർ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഫിൽ കിതാബ്, ഈ ഗ്രന്ഥത്തിൽ, ഈ ഗ്രന്ഥത്തിന്റെ വരികളിൽ മറിയമിന്റെ ചരിത്രം ഒന്ന് വായിക്കൂ. അള്ളാഹു പറയാം, മറിയം അലൈഹിസ്സലാമയുടെ ചരിത്രം. إذ انتبذت من أهلها مكانا شرقيا إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا. മറിയം എന്ന ഒരു പെണ്ണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും തെറ്റ് ചെയ്തിട്ടില്ലാത്ത, കുറ്റം ചെയ്തിട്ടില്ലാത്ത, അനാവശ്യമായ ഒരു നോട്ടത്തിലേക്ക് പോലും തൻ്റെ കണ്ണിനെ കട്ട് സഞ്ചരിപ്പിച്ചിട്ടില്ലാത്ത പതിവ്രതയായ ഒരു പെണ്ണ്. പെണ്ണിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വകഫലഹാ സകരിയ കുല്ലമാ ദഖല അലൈഹാ സകരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ. ആ പെണ്ണിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇദ് ഖാലത് ഇംറഅതു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ ആല ഇമ്രാൻ എന്ന പേരിൽ, ഖുർആനിൽ 2-ാമത്തെ അധ്യായത്തിന്റെ പേരെന്താ? ആല ഇമ്രാൻ. ഇമ്രാനിന്റെ കുടുംബം, കുടുംബ ജീവിതത്തെ കുറിച്ചിട്ട് നമ്മളെ പരിചയപ്പെടുത്താൻ എത്ര സൂറത്തുകളാ പ്രിയപ്പെട്ടവരെ ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചത്. എത്ര ആയത്തുകളാണ്, എത്ര മഹാത്മാക്കളുടെ സംഭവ ഗാഥകളാണ് നമുക്ക് മുമ്പിൽ നമ്മളുടെ കുടുംബം ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് പടച്ചവൻ നീട്ടി ഓതിത്തരുന്നത്. ആല ഇമ്രാൻ, ഇമ്രാനിന്റെ കുടുംബം, ആ ഭാര്യയും ഭർത്താവും പടച്ചവന്റെ സന്നിധാനത്തിൽ നേരത്തെ സക്കരിയ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ പറയുന്ന ഒരു സന്ദർഭത്തെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഇദ് ഖാലത് ഇംറഅതു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി. കുറച്ച് കാലങ്ങളായി കല്യാണത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവസാനം അൽഹംദുലില്ലാഹ് എൻ്റെ വയറ്റിൽ നിന്നൊരു കുഞ്ഞിനെ നീ സമ്മാനിച്ചു. ഇന്നി നദർതു ലക മാ ഫീ ബത്നി, ഇന്നി നദർതു ലക മാ ഫീ ബത്നി. എൻ്റെ വയറ്റിൽ നീ സമ്മാനിച്ചിരിക്കുന്ന ഈ കുഞ്ഞിനെ പടച്ചവനെ ഞാൻ നിനക്ക് വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു കുഞ്ഞെനിക്ക് പിറന്നാൽ ആ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരും. നിനക്ക് തരാന്ന് പറഞ്ഞാൽ എന്താ? പള്ളിയുടെ ഖിദ്മത്തുകൾക്ക് വേണ്ടി, മദ്രസയുടെ ഖിദ്മത്തിന് വേണ്ടി, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഖിദ്മത്തിന് വേണ്ടി, മനുഷ്യരുടെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി ഓടി നടന്ന് പണിയെടുക്കാൻ, സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എൻ്റെ മകനെ അല്ലെങ്കിൽ ഞാൻ തരുമെന്ന് നിയത്ത് വെച്ചു, നേർച്ച നേർന്നു. പക്ഷേ ഫലമ്മാ വദഅതഹാ ഖാലത് റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ. പ്രതീക്ഷയോടുകൂടി തന്റെ ഉദരത്തിൽ നിന്നും ജന്മം നൽകപ്പെടാൻ പോകുന്ന കുഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നേർച്ചയാക്കിയെന്ന് വിചാരിച്ച പെൺകൊടി പ്രസവിച്ചു നോക്കുമ്പോൾ, ഫലമ്മാ വദഅതഹാ, പ്രസവിച്ചു നോക്കിയപ്പോൾ, റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ വല്ലാഹു അഅലമു ബിമാ വദഅത്. ഞാൻ ആശിച്ചത് ഒരു ആൺതരിയായിരുന്നെങ്കിൽ, ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ പള്ളിയിൽ കൊടുക്കായിരുന്നു, പടച്ചോന് കൊടുക്കായിരുന്നു, ദീനിന്റെ മാർഗത്തിൽ കൊടുക്കായിരുന്നു. പക്ഷേ വദഅതുഹാ ഉൻസാ, ഞാൻ പ്രസവിച്ചത് ഒരു പെണ്ണായി പോയല്ലോ. എന്താ ചെയ്യാ? എന്തായിരുന്നാലും വേണ്ടിയില്ല, ഞാൻ പ്രസവിച്ചത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും എൻ്റെ നേർച്ച പ്രകാരം ഞാനത് പള്ളിക്ക് കൊടുത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അന്നത്തെ പള്ളിയുടെ ഖതീബായ, ഉസ്താദായ, ഖാദിയായ, നബിയായ സക്കരിയ അലൈഹിസ്സലാമയുടെ കൈകളിൽ ഏൽപ്പിച്ചു. സക്കരിയ അലൈഹിസ്സലാം അതിനെ ഏറ്റെടുത്തു. കുടുംബജീവിതം പറയാനിരുന്നാൽ ഈ 3 ദിവസം കൊണ്ടൊന്നും പറഞ്ഞാൽ തീരൂല കേട്ടോ. കാരണം ഓരോ ആയത്തുകളുടെയും കഷ്ണങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വിശാലമാണ്. വകഫലഹ സക്കരിയ എന്ന് പറയുന്ന വചനമുണ്ടല്ലോ, വകഫലഹ സക്കരിയ, അത് വലിയ അർത്ഥവത്തായ വചനമാണ്. നമ്മുടെ കുഞ്ഞിന് വളർന്നു വലുതായി 3 വയസ്സ് പ്രായമായപ്പോൾ കൊണ്ടുപോയി എവിടെ ഇട്ടു? പ്ലേ സ്കൂളിലാക്കി എന്ന് പറയുന്നില്ലേ, അല്ലേ? ഡേ സ്കൂളിലാക്കി എന്ന് പറയുന്നു.
പ്രീ സ്കൂളിലാക്കി എന്ന് പറയുന്നു. എന്തെല്ലാം പേരാ നമ്മൾ കൊടുക്കുന്നത്? ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ കണ്ടുപിടിച്ചത്? ഖുർആൻ പറയുന്നത് വകഫലഹ സക്കരിയ, നിനക്ക് പറക്കുന്ന കുഞ്ഞിനെ നീ സക്കരിയയുടെ കയ്യിൽ ഏൽപ്പിക്കണം. സക്കരിയയുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓടത്തൽ പള്ളിക്ക് ഒരു ഇമാമില്ലേ, ഓടത്തൽ പള്ളിക്ക് ഒരു ഖാദി ഇല്ലേ, ഓടത്തൽ പള്ളിക്ക് പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ഈ മഹല്ലുവാസികളെയും ഈ നാട്ടുകാരെയും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തമായ പക്വമായ ഒരു ഇമാമത്തില്ലേ, ഒരു നേതൃത്വം ഇല്ലേ? അല്ലാതെ വെറുതെ പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഈ മെഹ്റാബ് പ്രാപ്തമായിരിക്കണം, ഈ മിമ്പർ പ്രാപ്തമായിരിക്കണം. വകഫലഹ സക്കരിയ എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞ അത് തന്നെ നമ്മൾ ഒരു ദിവസം നന്നായി നീട്ടി പ്രസംഗിക്കണം. നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പ്രീ സ്കൂളിൽ ഏൽപ്പിക്കലല്ല, എവിടെങ്കിലും കൊണ്ടുപോയി ഏതെങ്കിലും മാനേജ്മെന്റ്, അത് ഏതാ മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ അവിടെ പഠിച്ചിറങ്ങുമ്പോൾ പോകുമ്പോൾ എൻ്റെ കുട്ടിക്ക് 2 കാലായിരുന്നു, പഠിച്ചിറങ്ങിയപ്പോൾ ഇപ്പൊ 4 കാലാന്ന് പറയാ. എന്തുണ്ടായി? എൻ്റെ കുട്ടിക്ക് എന്തുണ്ടായി? വല്ല മനസ്സിലാവുന്നുണ്ടോ? നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്ന 2 കാലം 4 കാലം ഒന്നും ശരിക്കും മനസ്സിലാകാതെ പോകരുത്. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ പുതിയ സാംസ്കാരിക സാഹചര്യം, സാമൂഹിക സാഹചര്യം, ഇവിടങ്ങളിലേക്കൊക്കെ നമ്മുടെ ഒരു കുഞ്ഞിനെ നമ്മൾ പറഞ്ഞയച്ചാൽ ആ കുഞ്ഞിനെ കുഞ്ഞായി തിരിച്ചു കിട്ടുമെന്ന് പേടിയാ, ഭയപ്പാടാ അല്ലേ? എങ്ങനെ കിട്ടാ? നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഇന്ന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും അതിന്റെ ഉപയോഗത്തിന്റെ അപ്പുറത്തേക്ക് ഖൈറ ഉമ്മത്തായതുകൊണ്ട് വെറും ഉപയോഗിച്ച് ചെറിയ പടിയിൽ നിൽക്കുന്നതിന് പകരം നമ്മൾ ഖൈറ ഉമ്മത്തല്ലേ, അതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കൽ മാത്രമല്ല, ഉപയോഗിക്കുന്നതിനോടൊപ്പം വിപണനം നടത്തുക, അതിൽ ഭയങ്കര കച്ചവട സാധ്യത കാണുക, ലാഭം കൊയ്യുക, കോടികൾ ഉണ്ടാക്കുക. ഭയങ്കര ഉമ്മത്തല്ലേ ഖൈറ ഉമ്മത്ത്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു നിർത്തുന്നു പ്രിയപ്പെട്ടവരെ, സമയമില്ലാത്തത് കൊണ്ട്. വകഫലഹ സക്കരിയ എന്ന് പറഞ്ഞാൽ സക്കരിയ പോലെയുള്ള അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള ഒരു ഉന്നത നേതൃത്വം നമുക്കുണ്ടാകണം, ഒരു ലീഡർഷിപ്പ് നമുക്കുണ്ടാകണം. ഈ സമുദായത്തിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയണം. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? ഇന്ത്യ രാജ്യത്ത് ഇന്ന് കാണുന്ന ദീനിയായ പ്രബോധന പ്രവർത്തനങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായി ചുക്കാൻ പിടിച്ച വലിയൊരു ദാഇയായിരുന്നു മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അദ്ദേഹത്തിന്റെ സദസ്സിൽ ഒരിക്കൽ ഒരു ശിഷ്യൻ വന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, എനിക്കൊരു കുഞ്ഞു പിറന്നിട്ടുണ്ട്, ഞാൻ അവനെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. എന്തിനു വേണ്ടി? പഠിപ്പിക്കാൻ, നന്നാക്കാൻ, സംസ്കരിക്കാൻ, ദീൻ പറഞ്ഞു കൊടുക്കാൻ, നന്നാക്കി വളർത്താൻ, വിദ്യ അഭ്യസിപ്പിക്കാൻ ഞാൻ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കാം. അപ്പൊ മഹാനവറുകൾ ചിരിച്ചു ചോദിച്ചു, കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 7 വയസ്സായി. 7 വയസ്സോ? നോ, ഞങ്ങളുടെ മദ്രസയിലെ, ഞങ്ങളുടെ സ്ഥാപനത്തിലെ അഡ്മിഷന്റെ പ്രായപരിധി കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞു. 7 വയസ്സായില്ലേ, ഇനി എടുക്കൂല, സമയം കഴിഞ്ഞുപോയി. 7 വയസ്സിൽ ഒരു കുട്ടിയെ ചേർക്കാത്ത സ്ഥാപനം അതേതാ സ്ഥാപനം? അദ്ദേഹം പറഞ്ഞു, 7 വയസ്സാവുമ്പോഴേക്ക് ഏകദേശം അവന്റെ ബുദ്ധിയുടെ വളർച്ചയൊക്കെ പൂർത്തിയായിപ്പോയി, അവൻ തിരിയേണ്ടടത്തേക്ക് തിരിഞ്ഞുപോയി, അവനെ ഇനി ഞങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല. അയാൾ നിരാശയോടെ മടങ്ങിപ്പോയതിന് ശേഷം വീണ്ടും കുറെ വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ മടങ്ങി വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, എനിക്കൊരു മകനുണ്ടായി, ഞാൻ ആ മകനെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കാനാണ് വന്നത്. ആട്ടെ, നിന്റെ മകൻ എത്ര വയസ്സുണ്ട്? അയാൾ പറഞ്ഞു 3.5 വയസ്സ്. 3.5 വയസ്സല്ലേ? ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ രീതി അനുസരിച്ചിട്ട് 3.5 വയസ്സും ഓവറാണ്. എന്നാലും നീ ഒരിക്കൽ വന്നിട്ട് മടങ്ങിയല്ലേ, 3.5 വയസ്സായതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കാം, ഒരു ശ്രമം നടത്താം എന്ന് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റഹിമഹുല്ലാഹ് അവർ പറഞ്ഞു. നമ്മളിങ്ങനെ പ്രീ സ്കൂള്, ഡേ സ്കൂള് എന്നൊക്കെ പറഞ്ഞ് പുതിയ പദ്ധതികൾ ഉണ്ടാക്കിയിട്ട് അതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ മക്കളെ എല്ലാം കൊണ്ടിട്ട് കൊടുക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായത്തിന് ഒരു കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയിരുന്ന മഹത്തുക്കളായ സലഫു സാലിഹീങ്ങളും ഔലിയാക്കളായ മശായിഖന്മാരായ മഹാത്മാക്കളും ഈ സമുദായത്തെ അവരുടെ ചെറുപ്പം മുതൽക്ക് തന്നെ പിന്നാലെ നടന്ന് പോറ്റി വളർത്തി വലുതാക്കി. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം ഇങ്ങനെ പടർന്നു പന്തലിച്ചത്. ലോകത്ത് ഇസ്ലാം ഇങ്ങനെ പടർന്നു പന്തലിക്കാൻ ഇന്ത്യക്കാരെ അള്ളാഹു തആല കാരണക്കാരാക്കിയത്. നമ്മുടെ മലബാറിൽ, കണ്ണൂരിൽ, തലശ്ശേരിയിലൊക്കെ ഈ അടുത്ത കാലം വരെയും ഒരു ദീനിയായ പച്ചപ്പുണ്ടായിരുന്നത് എന്തിന്റെ പേരിലാണ്? ഞങ്ങളൊക്കെ കൊല്ലത്തുകാര്, തെക്കൻ കേരളക്കാര് ഇങ്ങോട്ടേക്ക് ചേക്കേറണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ഇവിടെ വന്ന് താമസിക്കണമെന്ന്. കാരണം ഞങ്ങളുടെ നാട്ടിലില്ലാത്ത ഒരു ദീനിയായ മാഹോലും അന്തരീക്ഷവും ഈ മലബാറിലുണ്ട്. അതുകൊണ്ട് മലബാറിൽ വന്ന് ഞങ്ങളുടെ നാട്ടിൽ ഉമ്മയും പെങ്ങളും ഒക്കെ ബുർക്കയിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നാട്ടുകാർ കൂക്കി വിളിച്ചു, കാടം വരുന്നേ, പ്രേതം വരുന്നേ എന്ന് പറഞ്ഞു. ഞാൻ പണ്ട് 35 കൊല്ലം മുമ്പ് ഇവിടെ ഇരുന്ന് കസേരയിൽ പ്രസംഗിച്ചപ്പോൾ എന്നെ കേൾക്കാനിരുന്ന ആളുകളോട് ഞാൻ അത് ഓർമ്മിച്ചിരുന്നു. ഇന്ന് ഞാൻ വീണ്ടും ഓർക്കുകയാണ്.
അന്ന് ഞാനും എൻ്റെ ഉമ്മയും പെങ്ങന്മാരും ഒക്കെ കൂടിയിരുന്ന് പറയായിരുന്നു, നമുക്ക് ഈ വീടൊക്കെ വിറ്റിട്ട് അങ്ങ് മലബാറിലേക്ക് പോകാമായിരുന്നു, അവിടെ കാണാൻ പോവാ. കാരണം അവിടെ കുറെ ആളുകൾ പർദ്ദയിരുന്നവരുണ്ട്, അവിടെ കുറെ ആളുകൾ മുഖം മൂടുന്നവരുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ മുഖം മൂടുന്ന പർദ്ദയിടുന്ന ഒരാൾ പോലും അന്നത്തെ കാലത്തില്ല. എത്രത്തോളം ഞാൻ ബസ് സ്റ്റോപ്പിൽ എൻ്റെ പെങ്ങന്മാരെയും കൊണ്ട് പർദ്ദയിട്ടുകൊണ്ട് ബസ് കാത്തു നിൽക്കുമ്പോൾ നാട്ടുകാരെ കൂക്കി വിളിച്ച് കളിയാക്കി. അവസാനം എൻ്റെ പെങ്ങള് ബോധരഹിതയായി വീണുപോയി. സഹിക്കാൻ കഴിയുന്നില്ല, ബോധം കെട്ടു വീണുപോയി. ഇതൊക്കെ അത്ഭുതകരമായ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് നല്ല നേതൃത്വം നൽകിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ മടിയിൽ നിന്നും അവർ ഏറ്റെടുക്കുകയും അവർക്ക് ചെറുപ്പം മുതൽക്ക് തന്നെ ഈമാൻ കൊടുത്തു, അമലെ സാലിഹാത്ത് കൊടുത്തു, അഖ്ലാഖ് കൊടുത്തു, നല്ല സ്വഭാവങ്ങൾ പഠിപ്പിച്ചു, നല്ല സംസ്കാരങ്ങൾ പഠിപ്പിച്ചു, നല്ലവരാക്കി വളർത്തി വലുതാക്കി. അങ്ങനെ മലബാറിലെ മക്കളും ഇന്ത്യയിലെ മക്കളും മുസ്ലിം സമുദായത്തിലെ സാമാന്യ ജനങ്ങളും പടച്ചവനെ ഭയന്ന് ജീവിച്ചപ്പോൾ, അവന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചപ്പോൾ, നമുക്ക് നേതൃത്വം നൽകിയ നമ്മുടെ മുന്നോറുകളായ മഹത്തുക്കളായ സലഫു സാലിഹീങ്ങളായ ആളുകളുടെ മഹാരഥന്മാരുടെ വഴിയെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചപ്പോൾ നമ്മൾ നല്ല മക്കളായി, നല്ല വാപ്പന്മാരായി, നല്ല കുടുംബങ്ങളായി. ഇന്ന് അതിനൊക്കെ മാറ്റം വരികയാണ്. നമ്മൾ വിഷയത്തിലേക്ക് കടക്കാൻ പറഞ്ഞ് ഒരുപാട് സമയം നീണ്ടുപോയി. വകഫലഹ സക്കരിയ, തന്റെ ഉദരത്തിൽ പിറന്നു വീണ കുഞ്ഞ് ആണല്ലല്ലോ പെണ്ണാണല്ലോ എന്ന് വിഷമിച്ചെങ്കിലും മഹാനായ സക്കരിയ എന്ന മഹല്ല് പ്രസിഡന്റിന്റെ കയ്യിൽ, അങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, മഹാനായ സക്കരിയ എന്ന മഹല്ല് പ്രസിഡന്റിന്റെ കയ്യിൽ അല്ലെങ്കിൽ മഹല്ലിലെ ഖതീബിന്റെ ഖാദിയുടെ കയ്യിൽ ഈ ദമ്പതികൾ കൊണ്ടുവന്ന് വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. അദ്ദേഹം ആ കുഞ്ഞിനെ ഏറ്റെടുത്തു തന്റെ കൂട്ടത്തിൽ. കഫലഹ സക്കരിയ കുല്ലമാ ദഖല അലൈഹ സക്കരിയ അൽ മിഹ്റാബ്, മെഹ്റാബിലേക്ക് കടന്നു വരുമ്പോൾ സ്ഥിരമായി കാണുമാറ് മെഹ്റാബിന്റെ തൊട്ടടുത്തുള്ള ചെറിയ ഒരു ഇതിൽ വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പഴയ കാലത്തെ മലബാറിന്റെ പള്ളികളുടെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന ദർസുകളുടെ ചിത്രം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. പള്ളിയോട് ചേർന്ന് പണ്ട് ദർസ് ഉണ്ടായിരുന്നു അല്ലേ? നാട്ടിലെ മുഴുവൻ കുട്ടികളും അവിടെ വരുമായിരുന്നു. അതിൽ പൈസക്കാരുടെ മക്കളും ഉണ്ട്, അല്ലാത്തവരുടെ മക്കളും ഉണ്ട്, കോളേജിൽ പോകുന്ന മക്കളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പള്ളിയിൽ മദ്രസ കഴിഞ്ഞാൽ പ്രായം കഴിയുമ്പോൾ പിന്നെ ദർസിലേക്ക് വരും, ഉസ്താദുമായി ബന്ധപ്പെടും, പള്ളിയായിട്ട് ബന്ധപ്പെടും. അങ്ങനെ പള്ളിയുടെ മെഹ്റാബിനോട് ചേർന്നുള്ള ഒരു ചെറിയ കോലായി, എന്തായാലും പറയേണ്ടത് എനിക്കറിയില്ല, ദഖല അലൈഹ സക്കരിയ അൽ മിഹ്റാബ്, ആ മിഹ്റാബിന്റെ പരിസരത്ത് മഹദി മറിയം അലൈഹിസ്സലാത്തു വസ്സലാം താമസിപ്പിക്കപ്പെടുകയും അവർക്ക് ഈമാൻ പഠിപ്പിക്കുകയും ചെയ്തു, അമല് പഠിപ്പിച്ചു, സൽസ്വഭാവം പഠിപ്പിച്ചു. അങ്ങനെ ഈമാനും അമലെ സാലിഹാത്തും ഒക്കെ പഠിപ്പിച്ച് പോറ്റി വളർത്തിയ സക്കരിയയുടെ പോറ്റുപുത്രി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയയുടെ പോറ്റുപുത്രി. ഞാൻ വിശദമായ സൂറത്ത് മറിയം പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിൽ പോവാണ്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നിതാ മറ്റൊരു വലിയ പരീക്ഷണത്തിന് വിധേയാക്കപ്പെടുകയാണ്. എന്താണെന്നറിയോ? ഇപ്പോൾ സക്കരിയ എന്ന മഹാനായ പ്രവാചകന്റെ ശിക്ഷണത്തിൽ വളർന്നു വന്നിരുന്ന ആ പെൺകുട്ടി വലുതായി, പാതിവൃത്യത്തോടു കൂടിയാണെങ്കിലും അവൾ ഒരു യുവതിയായി മാറി. ഇന്നോളം തന്റെ ശരീരത്തിൽ ഒരു അന്യപുരുഷൻ പോലും കൈതൊട്ടിട്ടില്ലാത്ത, കണ്ണു തട്ടിട്ടില്ലാത്ത, പാതിവൃത്യത്തിന്റെ അങ്ങേ അറ്റത്തെ പര്യായമായിരുന്ന മറിയം അലൈഹിസ്സലാമയോട് അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നും ഒരു കൽപ്പന വരികയാണ്, ഒരറിയിപ്പ് വരികയാണ്. എന്താ അറിയിപ്പ്? മറിയം ഗർഭിണിയാകുന്നു എന്ന്. മറിയം ഗർഭിണിയാണ്. فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. ഒരു ഉമ്മയുടെ നൊമ്പരത്തെ കുറിച്ചിട്ട് കേൾക്കണേ പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മയുടെ ഭാരത്തെ കുറിച്ചിട്ട് കേൾക്കണേ. മറിയം എന്ന ആ പെൺകൊടി അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് മനസ്സിന്റെ നൊമ്പരം പറയുന്നു. യാ ലൈതനി മിത്തു ഖബ്ലു വകുന്തു നസിയം മൻസിയാ. ഇതെന്തൊരു ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്താ അറിയോ? ഇന്നേ ദിവസം വരെ ഞാൻ ഒരു പുരുഷനെ സ്പർശിച്ചിട്ടില്ല, ഒരു പുരുഷൻ എന്നെ സ്പർശിച്ചിട്ടില്ല. ഞാൻ സാധാരണ ഇന്നത്തെ നമ്മുടെ മക്കളൊക്കെ ചെയ്യുന്നത്, അല്ലാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ, നല്ലോണം ദുആ ചെയ്യ്, നല്ലോണം ആമീൻ, അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അതിരുകളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ, ശിക്ഷണങ്ങളില്ലാതെ, നേതൃത്വങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലാതെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കയറൂരി വിടപ്പെട്ടപ്പോൾ ആ കുട്ടികളുടെ ജീവിതത്തിന് ചിട്ടയില്ലാതെയായി, നിയന്ത്രണമില്ലാതായി. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നിയമമോ മറ്റോ പറഞ്ഞു പോയാൽ അവർ നമ്മളെ മുഖത്ത് നോക്കി കണ്ണുരുട്ടുന്ന ഒരു കാലഘട്ടമായി. അതിന്റെ അപ്പുറത്തേക്ക് കണ്ണുരുട്ടൽ മാത്രമല്ല, ബാപ്പയെന്ന് പറഞ്ഞാൽ ബാപ്പ മര്യാദയ്ക്ക് നിന്നാൽ മതി, എനിക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ ഞാൻ പോവും, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ വരും, ഇഷ്ടമുള്ളിടത്തേക്ക് പോവും, അതൊന്നും ചോദ്യം ചെയ്യാൻ.
അതൊന്നും ചോദ്യം ചെയ്യാം. ഞാനിപ്പോൾ പ്രിയപ്പെട്ടവരെ തലശ്ശേരിക്കാരായ നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് പ്രസംഗിക്കുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. എൻ്റെ ഏറ്റവും അടുപ്പമുള്ള പല ആളുകളുടെയും അത്തരം ദുഃഖങ്ങളിൽ അരികിലിരുന്നു കൊണ്ട് മധ്യസ്ഥം വഹിക്കുമ്പോൾ അവര് കരയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. എന്നെ എൻ്റെ വാപ്പയാണ് നിയമം പഠിപ്പിച്ചത്. ഒരു പെൺകുട്ടി എന്നോട് പറയാം, എൻ്റെ വാപ്പയാണ് നിയമം പഠിപ്പിച്ചത്. ഞാൻ വക്കീലാണ്, എനിക്കറിയാം ഈ നിയമപുസ്തകത്തിൽ എന്തൊക്കെ നിയമമുണ്ടെന്ന്. അതുകൊണ്ട് ആവശ്യമുള്ളിടത്ത് മാത്രം വാപ്പ ഇടപെട്ടാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വാപ്പ ഇടപെടണ്ട. ആരാ പറയുന്നത്? ഒറ്റ ഒരു മോളേ ഉള്ളൂ, പാവം. പാപ്പയും ഉമ്മയും ഇത്രയും കാലം കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ആ പെൺകൊടി അവളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഉമ്മാന്റെയും വാപ്പാന്റെയും മുഖത്ത് നോക്കി പല്ലിളിച്ച് കാണിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അതിന് കാലും കൈയും പിടിച്ചിട്ട്, ഞാൻ കാല് പിടിച്ചിട്ട് മധ്യസ്ഥം പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മളോട് പറയുന്ന അവളുടെ നിയമപുസ്തകത്തിൽ നിന്നും അവളുടെ വാപ്പ പഠിപ്പിച്ച വകുപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന വാക്കുകളാണ്. ഞാൻ വക്കീലല്ലേ, എനിക്ക് നിയമം അറിയാമല്ലോ, ഉള്ളിടത്ത് മാത്രം സംസാരിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ മറിയം ബീവിയെ കുറിച്ചിട്ട് പറയുമ്പോൾ, മറിയം ബീവിയെ സംബന്ധിച്ചിടത്തോളം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നോളം ഒരു കുറ്റകരമായ കാഴ്ചയിൽ പോലും അവരുടെ കണ്ണിനെ അവർ ഉപയോഗിച്ചിട്ടില്ല, കൽബിനെ അവർ ഉപയോഗിച്ചിട്ടില്ല. പെട്ടെന്ന് ഞാൻ ഗർഭിണിയാകുന്നു എന്ന് പടച്ചവനെ നീ പറഞ്ഞപ്പോൾ യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ, ഇതിനു മുമ്പ് ഞാൻ അങ്ങ് മരിച്ചാ മതിയായിരുന്നു പടച്ചവനെ, ഇതിൽ നല്ലത് ജീവിക്കാണ്ടിരിക്കല. കാരണം ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ നാട്ടുകാരോട് ഞാൻ എന്തു പറയും, നാട്ടുകാരെന്നെ കുറിച്ച് എന്തു പറയും? പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മയുടെ നൊമ്പരം, ഒരു ഉമ്മയാകാൻ പോകുന്ന പെണ്ണിന്റെ നൊമ്പരം. ആദ്യം പറഞ്ഞതിനെ കുറിച്ചാ ഒരു വാപ്പയുടെ വേദന, വാപ്പയാകാൻ ആശിക്കുന്നവന്റെ വേദനയും നൊമ്പരവും. ഇവിടെ ഒരു ഉമ്മയാകാൻ പോകുന്ന പെണ്ണിന്റെ, ഉമ്മയാകാൻ ആഗ്രഹിക്കുന്ന അടുത്തു നിൽക്കുന്ന ഒരു പെണ്ണിന്റെ വേദനയും നൊമ്പരവും പറയാം. വിശദീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ല. വിശദമായി നിങ്ങൾ പഠിക്കണം. നമ്മുടെ ബഹുമാന്യരായ ഉസ്താദന്മാരെ ഇരുത്തിയിട്ട് നിങ്ങൾ പറയണം, സൂറത്ത് മറിയമിന്റെ ഈ ആയാത്തുകൾ ഞങ്ങൾക്കൊന്ന് വിശദമാക്കി തരണേ എന്ന് നിങ്ങൾ പറയണം. അവരുടെ സമയത്തിനനുസരിച്ച് അവരുടെ അടുക്കൽ പോയിരിക്കണം. അതിനാണ് ഇവിടെ ഉസ്താദ്മാരെ നമ്മൾ വെച്ചേക്കുന്നത്. ഒരു ഇമാമത്ത് നിന്നിട്ട് പിരിഞ്ഞു പോകാൻ വേണ്ടിയല്ല, അവർ റെഡിയായിട്ട് കാത്തിക്കുന്നുണ്ട്. നിങ്ങൾ പോകണം. സൂറത്ത് മറിയമിന്റെ ഈ വരികൾ നിങ്ങൾ വായിച്ച് അർത്ഥം വെച്ച് പഠിക്കാൻ ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മനസ്സിന്റെ വേദന എന്താ ഞാൻ വീണ്ടും പറയുന്നത്? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര കടുപ്പായിരിക്കൂലേ? പക്ഷേ മറിയം അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം പ്രസവ വേദനയെക്കാളും അപ്പുറത്ത് മനോവേദനയാണ്. കാരണം പെട്ടെന്ന് ഒരു ഭർത്താവില്ലാത്ത, കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത, ഒരു പുരുഷനെ സ്പർശിച്ചിട്ടില്ലാത്ത, ഇതുവരെയും പാതിവൃത്യം പറഞ്ഞുകൊണ്ട് പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടിയിരുന്ന ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കയ്യിലെടുത്തിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ആളുകൾ എന്തു പറയും പടച്ചവനെ? ആ വെപ്രാളത്തിൽ അവർ പറയാ, ഇന്നത്തെ ദിവസം ഞാൻ അങ്ങ് മരിച്ചാ മതിയായിരുന്നു, വകുന്തു നസിയം മൻസിയ, ഞാൻ എന്ന് പറയുന്ന ഒരാള് ഇവിടെ ഇല്ലാതിരുന്നാ മതിയായിരുന്നു എന്ന് ആശിച്ചുപോയി, എന്ന് പറഞ്ഞുപോയി മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. അവർ പുറത്തേക്ക് വന്നു. يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا فأشارت إليه يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا. പുറത്തേക്ക് വന്നപ്പം അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജനങ്ങൾ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഹാറൂന്റെ സഹോദരി, നീ ഹാറൂന്റെ ഒന്നിച്ച് ജീവിച്ച നല്ലൊരുത്തന്റെ ശിക്ഷണത്തിൽ വളർന്ന ആളല്ലേ, നിന്നെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല, നിന്റെ വാപ്പ നല്ല മനുഷ്യനായിരുന്നു, നിന്റെ വാപ്പയെ കുറിച്ചിട്ട് ഞങ്ങൾ ഇന്നോളം ഇങ്ങനൊന്നും കേട്ടിട്ടില്ല, എന്താ മോളെ നീ ഇങ്ങനെ ആയിപ്പോയത്? ഫാഷാറത്തിലൈ, അവര് ആ സന്ദർഭത്തിൽ മിണ്ടാതെ പടച്ചവന്റെ കൽപ്പന പ്രകാരം മൗനിയായി. എന്നിട്ട് തന്റെ കയ്യിലുള്ള ചോരക്കിടാവിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഫാഷാറത്തിലൈ അങ്ങോട്ട് കൈ കാണിച്ചു. എന്നോടൊന്നും ചോദിക്കണ്ട, എന്നോടൊന്നും പറയണ്ട, എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ ഇതാ ഈ കുഞ്ഞിനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. കുഞ്ഞിനോട് ചോദിച്ചു. അപ്പൊ അവര് കൂടുതൽ ദേഷ്യപ്പെട്ടു. അവര് ചോദിച്ചു, ഈ കുഞ്ഞിനോട് കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, എന്താ നീ പറയുന്നത്? ഈ ചോരക്കിണാവിനോട് ഞങ്ങൾ എന്ത് സംസാരിക്കാനാ, എന്ത് ചോദിക്കാനാ, എന്ത് വർത്താനം പറയാനാ? പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മയുടെ വേദന, ഉമ്മയുടെ വെപ്രാളം, ആ വെപ്രാളത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ സഹായത്തിന്റെ, നുസ്രത്തിന്റെ മറ്റൊരു ബാബ് വീണ്ടും തുറക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇപ്പൊ ആരൊക്കെയായി? വാപ്പയായി, ഉമ്മയായി. ഇനി അതാ ഒരു മകനാണ് വേണ്ടത്, അല്ലെ? ഒരു മകൻ. ആ മകനെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിപ്പിക്കുക. എന്തിന്? തൊട്ടിലിൽ കടന്നുകൊണ്ട് ഈ മകനെ സംസാരിപ്പിക്കുകയാണ്. എൻ്റെ പതിവ്രതയായ പരിശുദ്ധയായ ഉമ്മയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവരെ കുറിച്ചിട്ട് അപരാധം പറയുമ്പോൾ ആ അപരാധം കേട്ട് സഹിക്കാൻ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയായി എനിക്ക് സാധിക്കൂല. അവൻ സംസാരിക്കാൻ തുടങ്ങി.
قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا. അള്ളാഹു പറയാ ഇന്നി അബ്ദുല്ലാഹ്. ആ കുട്ടി സംസാരിച്ചു, നിങ്ങൾ എൻ്റെ ഉമ്മാനെ കുറ്റപ്പെടുത്തണ്ട, എൻ്റെ ഉമ്മാനെ നിങ്ങൾ ചോദ്യം ചെയ്യണ്ട, പരിഹസിക്കാൻ ശ്രമിക്കണ്ട, നിങ്ങൾ വിശ്വസിച്ചോളൂ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഇന്നി അബ്ദുല്ലാഹ്, ഇന്നി അബ്ദു. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തൊട്ടിലിൽ കടന്നുകൊണ്ട് മിണ്ടുന്ന കുഞ്ഞിന്റെ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പിറന്നു വീണ് മടിയിൽ വളരുന്ന മക്കളുടെ ഭാവിയെ കുറിച്ചിട്ട് മുസ്ലിം സമുദായം ഒരുപാട് തിരുത്താനുണ്ട്, ഒരുപാട് കരുതിയിരിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മക്കളെ പോറ്റുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാറുണ്ട്. ഇസ്ലാമിക് പാരന്റിങ് എന്ന് നമ്മൾ പറയാറില്ലേ? ഇസ്ലാമിക് പാരന്റിങ് എന്താ? ഇസ്ലാമിക് പാരന്റിങ് സൂറത്ത് മറിയം പോലെയുള്ള, സൂറത്ത് ആലി ഇമ്രാൻ പോലെയുള്ള അധ്യായങ്ങളുടെ വരികളെ നാടൻ ഭാഷയിലേക്ക് അർത്ഥം വെക്കുന്നതിന്റെ പേരാണ് ഇസ്ലാമിക് പാരന്റിങ് എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാൻ ഈ സമുദായത്തിന് സാധിക്കണം. ആ കുഞ്ഞു പറയാ, എൻ്റെ ഉമ്മയുടെ അഭിമാനത്തിൽ നിങ്ങൾ തൊട്ട് കളിക്കരുത്. എന്നെ സൃഷ്ടിച്ചവനായ, എന്നെ പരിപാലിക്കുന്നവനായ, എന്നെ പോറ്റുന്നവനായ, അത്ഭുതകരമായ നിലയിൽ പണ്ട് ഉമ്മയും വാപ്പയും ഇല്ലാതെ മണ്ണിൽ നിന്നും ആദമിനെ സൃഷ്ടിച്ചവനായ അള്ളാഹു, ആ അള്ളാഹുവിന്റെ ഒരടിമയാണ് ഞാൻ. മാത്രവുമല്ല, ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സ. സമയം കഴിഞ്ഞതോ അല്ലേ? സമയമായില്ലേ? ആതാനിയൽ കിതാബ്, എനിക്ക് അവൻ ഒരു കിതാബ് തന്നു, ഒരു ഗ്രന്ഥം തന്നു. വജഅലനി നബിയ്യ, എന്നെ അവൻ നബിയാക്കി മാറ്റാൻ പോവുകയാണ്. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. പ്രിയപ്പെട്ടവരെ, വാപ്പയുടെയും ഉമ്മയുടെയും നൊമ്പരം പറഞ്ഞു പരിചയിപ്പിച്ചതിന് ശേഷം ഒരു മകനെ കുറിച്ചിട്ട് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആ മകന്റെ വാക്കുകളിലൂടെ തന്നെ അതിൽ നമുക്ക് വായിച്ചെടുക്കാനുള്ള ചില പ്രത്യേകമായ സന്ദേശങ്ങളുണ്ട്, ചില ശീർഷകങ്ങളുണ്ട്. ഒരു മകൻ ആരാകണം? ഒരു മകൻ പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ വരികൾക്കനുസരിച്ചിട്ട് ജീവിക്കുന്ന പക്വതയുള്ള മകനാകണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനനുസരിച്ച് ജീവിക്കുന്ന പക്വതയുള്ള മകനാകണം. പിന്നെയോ, എന്നോട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിട്ടുണ്ട്, നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, വബർറം ബിവാലിദൈ, എൻ്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണേ എന്നും എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വലം യകുൻ ജബ്ബാറൻ ഷഖിയ്യ, ഞാൻ അങ്ങനെ തണ്ടും തരികടയും ഒക്കെ കാണിച്ചിട്ട് ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞിട്ട് വാതിൽ വലിച്ചടച്ചിട്ട് ഇഷ്ടമുള്ളതുപോലെ ഇറങ്ങിപ്പോകാനൊന്നും പാടില്ല എന്ന് എന്നോട് എൻ്റെ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് അർത്ഥം വെക്കണം കേട്ടോ, സമയം തീർന്നുകൊണ്ട് ഞാൻ നിർത്തുക. നന്നായിട്ട് അർത്ഥം വെക്കണം. ഇന്നത്തെ ചെറിയ തലമുറയിൽ വളർന്നു വരുന്ന ദുഷ്പ്രവണതകളെ കുറിച്ചിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഒരു നല്ല അനുസരണയുള്ള മകൻ എങ്ങനെയാകണമെന്ന് ഈ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വായിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓതിക്കൽപ്പിക്കുകയാണ്. എന്തൊക്കെയാണ്? ഖുർആൻ അനുസരിച്ച് ജീവിക്കണം മക്കള്, സുന്നത്തനുസരിച്ച് ജീവിക്കണം, നമസ്കാരാദി കർമ്മങ്ങൾ കൃത്യമായി ചെയ്യണം, നോമ്പ് പോലെയുള്ള കർമ്മങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ബർറം ബിവാലിദൈ. ഒരു കാര്യം നമ്മൾ പറയണം പ്രിയപ്പെട്ടവരെ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നബിമാരുടെ കൂട്ടത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാനാണ്, മുഅ്ജിസത്തുകളുള്ള മഹാനാണ്, തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ച മഹാനാണ്. എന്നെ സംബന്ധിച്ചിട്ട് എന്നോട് എൻ്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ ഒരാളുടെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ? അയാൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന ആളാണ്, പകല് മുഴുവൻ അധികവും നോമ്പെടുക്കുന്ന ആളാണ്, കയ്യിലുള്ളത് മുഴുവൻ സദഖ സക്കാത്ത് കൊടുക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെയല്ല നമ്മൾ ഒരാളെ കുറിച്ച് മാത്രമേ പറയാം. എല്ലാ വർഷവും ഉംറക്ക് പോകുന്ന മനുഷ്യനാണ്, സാധിക്കുന്നിടത്തോളം ഹജ്ജ് ചെയ്ത ആളാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ അല്ലാഹു തആല ഒരു നല്ല കുഞ്ഞിനെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന അടിസ്ഥാനപരമായ ഇബാദത്തുകൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ അറിയോ? ബർറം ബിവാലിദൈഹി എന്നാണ്. സ്വന്തം മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പ്രശ്നം അത് തന്നെയല്ലേ? നമ്മുടെ കുടുംബങ്ങളുടെ ദുഃഖവും അത് തന്നെയല്ലേ? മക്കളുടെ അനുസരണക്കേടാണല്ലോ നമുക്ക് ഏറ്റവും വലിയ പ്രയാസമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അനുസരണയുള്ളവരാകുക എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ആശിക്കുന്നത്. അതിനായിട്ടാണ് നമ്മൾ ദ്വാരക്കുന്നത്. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും ചെയ്തത്. ഈസ എന്ന് പറന്നു വീണ ഈ കൊച്ചു കിടാവിന്റെ ജീവിതത്തിൽ അദ്ദേഹം നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി വബർറം ബിവാലിദൈഹി, മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറുന്നു. വലം യകുൻ ജബ്ബാറൻ ഷഖിയ്യ, ഒരിക്കലും അഹങ്കാരത്തോടുകൂടി വാപ്പയുടെ മുഖത്ത് നോക്കി കൈവിരൽ ചൂണ്ടി വാപ്പയെ ശകാരിക്കുന്ന ഉമ്മയുടെ മുഖത്ത് നോക്കി ഉമ്മയ്ക്കെതിരെ തട്ടിക്കയറുന്ന അങ്ങനത്തെ ഒരു ജബ്ബാറല്ല ഞാൻ,
സ്വച്ഛാധിപതിയല്ല ഞാൻ, അഹങ്കാരിയല്ല ഞാൻ, അഹങ്കാരി അല്ലാതെ ഞാൻ ജീവിക്കുമെന്ന് തീർച്ചപ്പെടുത്തുകയാണ് ഒരു കുട്ടി. പ്രിയപ്പെട്ടവരെ, അടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചും കൂടി കടന്ന കൈ എന്ന നിലയിൽ നമുക്ക് പുതിയ തലമുറയുടെ നല്ല കുടുംബത്തിലെ പ്രധാന കണ്ണികളെ കുറിച്ച് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. ഇബ്രാഹിം എന്ന മഹാമനുഷ്യനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് പഠിക്കണം. അല്ലാഹു പറയാ, ഇബ്രാഹിം എന്ന മഹാമനുഷ്യനെ കുറിച്ച് എന്താണെന്നറിയോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ നല്ല വാപ്പയുണ്ട്, നല്ല മോനുണ്ട്. ഇബ്രാഹിം എന്ന മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ നല്ല വാപ്പയുണ്ട്, നല്ല മകനുമുണ്ട്. മാത്രമല്ല ഹാജറ ബീവിയുടെ സ്നേഹനിധിയായ നല്ല ഭർത്താവുമുണ്ട്. നല്ല ഭർത്താവ്, നല്ല വാപ്പ, നല്ല മകൻ എല്ലാം ഉണ്ട്. എത്രത്തോളം നമ്മൾ സാധാരണഗതിയിൽ മക്കളെ കുറിച്ചിട്ട് പറയുമ്പോൾ എന്താ പറയാ? ഞാൻ പറയുന്നത് എൻ്റെ മോൻ കേട്ടിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു, ഞാൻ പറയുന്നത് പോലെ എൻ്റെ മകൾ അനുസരിച്ചിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷമാകുമായിരുന്നു, അങ്ങനെയൊക്കെയല്ലേ പറയാ. എന്നാ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം ഒന്ന് ഓതണേ എന്ന് പറഞ്ഞിട്ട് അവിടത്തേക്ക് എത്തിയപ്പം അള്ളാഹു പറയാണ്, ഇബ്രാഹിം എന്ന മകൻ വാപ്പ പറഞ്ഞതുപോലെ കേട്ടു എന്ന് മാത്രമല്ല, വാപ്പയെ മുശ്രിക്കായിരുന്ന അവസ്ഥയിൽ ആദരവോടെ ബഹുമാനത്തോടെ ആ വാപ്പയ്ക്ക് സതുപദേശം നൽകി, ആ വാപ്പയെ നേർവഴിയിലേക്ക് നയിച്ചു. എന്റെ മകൻ ഞാൻ പറയുന്നത് പോലെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയും ദ്വാരക്കുകയും ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് എന്റെ മകൻ എനിക്ക് നന്മ ഉപദേശിച്ചു തരികയാണെങ്കിൽ ഞാൻ എത്ര സന്തോഷിക്കും, അല്ലേ? എൻ്റെ മകൻ എന്നെ നല്ലത് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അള്ളാഹു പറയാ, അങ്ങനത്തെ ഒരു ബാപ്പ, അങ്ങനത്തെ ഒരു മകൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം വാപ്പ മുശ്രിക്കായിട്ട് പോലും ഇബ്രാഹിമെ, നിന്റെ പ്രബോധന പ്രസംഗമൊക്കെ ആയിട്ട് എന്റെ തലയിലേക്ക് കയറാൻ വരണ്ട, നീ നിർത്തിക്കോ, ദൂരെ നിന്നോ. അഥവാ നീ വേണ്ടാണ്ട് എന്റെ മെക്കിട്ട് കയറാൻ വന്നാൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞു കൊന്നു കളയും എന്ന് വാപ്പ പറഞ്ഞപ്പോഴും വാപ്പയോട് മോശമായ വർത്തമാനമൊന്നും പറഞ്ഞില്ല. ഖാല സലാമുൻ അലൈക്, നല്ല വർത്തമാനം പറഞ്ഞ ആ മകൻ, ഒരിക്കൽ വാപ്പയോട് നല്ല നിലയിൽ വർത്തിച്ച മകൻ, പിന്നീട് വാപ്പയായപ്പോൾ ഇബ്രാഹിം എന്ന വാപ്പക്ക് ഇസ്മായിൽ എന്ന ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂർച്ചയുള്ള കത്തിക്ക് മുമ്പിൽ മലർത്തി കടത്തിയിട്ട് കഴുത്തിൽ അറുക്കാൻ കൽപ്പിച്ചപ്പോൾ മകൻ പറഞ്ഞു, വാപ്പാ, അങ്ങയുടെ കൽപ്പനയ്ക്ക് മുമ്പിൽ പടച്ചവന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പച്ച ജീവൻ തുളുമ്പുന്ന എന്റെ കഴുത്ത് നീട്ടിത്തരാൻ എനിക്ക് ഒരു മടിയുമില്ല. ഞാൻ വാപ്പയുടെ മുമ്പിൽ അനുസരണക്കേട് ഒരിക്കലും കാണിക്കൂല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു നിർത്തട്ടെ, നമ്മൾ നല്ല വാപ്പമാരായാൽ നമുക്ക് നല്ല മക്കൾ ഉണ്ടാകും. നമുക്ക് നല്ല മക്കളെ വളർത്താൻ തൗഫീഖ് കിട്ടിയാൽ ആ മക്കളുടെ പേരിൽ നമുക്ക് ആഖിറത്തിൽ ഭയങ്കര കൂലി കിട്ടും, ആഖിറത്തിൽ ഭയങ്കര സ്ഥാനം കിട്ടും. നല്ല വാപ്പമാരും നല്ല മക്കളും നല്ല ഭാര്യമാരും നല്ല ഭർത്താക്കന്മാരും നല്ല സഹോദരങ്ങളും നല്ല സഹോദരിമാരും, ഇതാണ് കുടുംബത്തിന്റെ നല്ല ചിത്രം. അങ്ങനത്തെ നല്ല ചിത്രമുള്ള കുടുംബം ആസ്വദിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് നല്ല വാപ്പയാകേണ്ടത്, എങ്ങനെയാണ് നല്ല ഭർത്താവാകേണ്ടത്, എങ്ങനെയാണ് നല്ല ഭാര്യയാകേണ്ടത് എന്ന് ഖുർആൻ നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പ്രാക്ടിക്കലായി, പ്രായോഗികമായി അതൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ നാളെ കുറച്ചുകൂടി അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും ഖബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒക്കെ അമലിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളെയും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമുദായത്തെ അള്ളാഹു ഖൈറിന്റെ വഴിയിലേക്ക് നയിക്കുമാറാകട്ടെ. എല്ലാ മുസീബത്തുകളിൽ നിന്നും ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും സമുദായത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.